ഗെറ്റ് റെഡി സിറ്റിസൺസ്. സാധാരണ ജനങ്ങളോടാണ് പറയുന്നത്, നിയമസഹായ ക്ലിനിക്ക് എല്ലാ കോടതിയിലും ഉണ്ടാകും. അപ്പം നിങ്ങളോട് വക്കീൽ ഇപ്പോൾ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വക്കീൽ ഒരു എമൗണ്ട് പറയലാണ്. അപ്പോൾ ആ എമൗണ്ടിൽ എന്തെല്ലാം പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പ് വരെ പെടുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ട് നോക്കിയിട്ട് എല്ലാം സംസാരിച്ചിട്ട് പറയണം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് തരണോ. നിങ്ങൾക്ക് 5000 വേണം, 30,000 വേണം, 50,000 വരണമെന്ന് വെറുതെ പറയാൻ പാടില്ല. ഏன்னா അതിനാണ് ഇത് റിവീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവില്ല. ഷെയർ ചെയ്യുമ്പോൾ മൊത്തം ഷെയർ ചെയ്യണോ. താഴത്തെ മാത്രം കാര്യം പറയാം. താഴത്തെ കാര്യം സമ്മൻസിൻ്റെ ആണ്. ഇവരെല്ലാം പറയുന്ന സെമൻസ് എന്ന് പറയുന്നത് സമ്മൻസ് എന്നാണ്. ഇംഗ്ലീഷിലും കൂടി അലാക്കിൻ്റെ അവലും കഞ്ഞിയാണ്. അപ്പോൾ ലോക്കൽ എന്ന് പറയുന്നത് കോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. 50 ഗ്രാമിൻ്റെ കവറ് 40 റുപ്യ. സ്പീഡ് പോസ്റ്റാണേ. നല്ല രസമാണ്. 2 ഇന്ത്യൻ സിറ്റിസൺ അയച്ച പോസ്റ്റാണ്, എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് 40 റുപ്യേൻ്റെ സാധനം 43 റുപ്യ ഒട്ടിച്ചിട്ടാണ് കൊടുത്തരെ ഈ ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ PM സാറിൻ്റെ അക്കൗണ്ടിൽ പോകുന്ന പൈസയാണ്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ മാട്ടൂലാണെങ്കിൽ 2 പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ വിചാരിക്കും നമ്മളടുന്ന് പൈസ പോകുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ പൈസ പോകുന്നുണ്ട് കേന്ദ്രത്തിലേക്ക്. അതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്റ്റാമ്പ് PMൻ്റെ അക്കൗണ്ടിലേക്ക് ശ്രദ്ധിക്കുക. കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഇതാണ്. കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒറിജിനൽ സ്റ്റാമ്പ് എന്ന് പറയുന്നത് കേരൾ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകണം, സീല്. ഇല്ലാത്ത സ്റ്റാമ്പൊന്നും കോടതി അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒന്നും കൂടി റിവീൽ ചെയ്യുന്നത്. ഇതിന് മുന്നേ ചെയ്തതാണ്, പക്ഷേ എന്നാലും നീതി കിട്ടുന്നില്ല. കോടതി പോയാലും വല്ലാത്ത കറപ്ഷനാണ് നടന്നത്. പക്ഷേ അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇന്ത്യൻ സിറ്റിസൺ യുദ്ധം നിർത്തൂല. അത് മരണം വരെ, ഏതറ്റം വരെ പോകും. അപ്പോൾ കേരളം എന്നുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പ് വന്ന് കോടതി എടുക്കൂ. അപ്പോൾ കോടതിൻ്റെ കേരളം നിന്ന് അടിച്ചിട്ട് അടുത്തേക്ക് പോകുന്ന പൈസ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ കേരളത്തിൽ പോവും, ബാക്കിയുള്ളത് മറ്റേത് പോവും. ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ കേരള പോസ്റ്റ് ഓഫീസ് സ്റ്റാമ്പ് ഇൻകം ഫോർ ഹൂന്ന് അടിച്ചിട്ടില്ല. അന്നേരം തന്നെ വന്നിനി ഗോസ് ടു സെൻട്രൽ ഗവൺമെൻറ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1994 ശേഷം ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസായാലും ശരി, കോടതിയായാലും ശരി, പോലീസ് സ്റ്റേഷനായാലും ശരി, അവർ ടാക്സ് പിടിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ ഉണ്ടായത് ആകാരത്താണ്. അതുകൊണ്ട് നിയമങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ട് വേണം കോടതി പോകാൻ. കാരണം കോടതി ഇന്ന് രാവിലെ 11:30 മണിക്കവിടെ എത്തിയിട്ട് ഇന്ത്യൻ സിറ്റീസിനെ വിളിക്കാൻ ലാസ്റ്റാണ്. അത് ഒരു മാട്ടൂക്കാർ ആടുണ്ടായിന്. മണൽ മാഫിയനെ ഫൈൻ അടിച്ചിട്ടുണ്ട്. മണൽ മാഫിയ പിന്നെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ എന്നും മണൽ നടത്തിക്കോ, നമ്മളെ നാടാന്നേ. മണൽ മാഫിയ എന്ന് പറയുന്നത് UDFൻ്റെയും LDFൻ്റെയും SDPIൻ്റെയും ബിനാമിയാണ്.